ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഒരു സൺഡേ എത്തിയിരിക്കുകയാണ്. എല്ലാ സൺഡേസിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൺഡേ Q&A ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പാസ്റ്റ് 1 വീക്കിൽ നിങ്ങൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൺഡേ Q&A നടത്തി വരുന്നത്. ഇപ്പോൾ പാർട്ട് 22 എത്തി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ Q&A ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 10 വ്യൂസ് 20 വ്യൂസ് ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. അതിന്റെ ഒരു ഗ്രോ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഇത്രയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു രാത്രി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ക്രീൻ ഓൺ ടൈം എത്ര കിട്ടുന്നുണ്ട് നോർമൽ യൂസിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂറിനും 10 മണിക്കൂറിനും ഇടയിൽ വെച്ചിട്ടാണ്. പിന്നെ കുറെ പേര് ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നോർമൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എഡിറ്റിങ്, വീഡിയോ ഷൂട്ടിങ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനത്തെ മെയിനായിട്ട് ഗെയിമിംഗ് ഒക്കെ രാത്രി മാത്രം കുറച്ച് നേരം കളിക്കാറുള്ളൂ, അല്ലാത്ത രീതിയിലൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം ഒരു 9 മണിക്കൂറിനും 10 മണിക്കൂറിനും ഇടയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അത്ര തന്നെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇന്നലത്തെ വീഡിയോൻ്റെ ഉള്ളിൽ നമ്മളൊരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, MI കൺട്രോൾ സെന്ററിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കുറെ പേർക്ക് അത് റീസെന്റ് ആപ്പിൽ നിന്ന് ക്ലിയർ ആകുന്ന സമയത്ത് ആ ഫീച്ചർ ഡെലിറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു. ഫീച്ചർ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ യൂസേജ് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ആപ്ലിക്കേഷൻ നിങ്ങളുമാതിരി പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ ആപ്ലിക്കേഷന്റെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മൾ റീസെന്റ് ആപ്പിൽ പോയിട്ട് ആപ്ലിക്കേഷൻ അവിടെ ലോക്ക് ചെയ്ത് തരണം. അല്ലെങ്കിൽ നമുക്കത് ക്ലിയർ അടിക്കുന്ന സമയത്ത്, റീസെന്റ് ആപ്പ് ക്ലിയർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ ഫീച്ചർ നമ്മുടെ മൊബൈലിൽ നിന്ന് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നുപോയി. ഇന്നലെ രാത്രി തന്നെ എനിക്ക് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി, റീസെന്റ് ആപ്പിൽ പോയിട്ട് ആ ആപ്ലിക്കേഷൻ മാത്രം ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ രാത്രി ഫോട്ടോസ് എടുക്കില്ലേ, സെൽഫീസ് എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആണ്, നമ്മൾ ഫ്രണ്ട് ഫ്ലാഷ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ ഒരു വൈറ്റ് കളർ വരിക. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ടോട്ടലി പോക്കോ യൂസേഴ്സിന് എല്ലാവർക്കും ആ ഒരു വെള്ള കളർ വരുന്നുണ്ട്. നമുക്കതൊരു ഒപ്റ്റിമൈസേഷനിലൂടെ ശരിയാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, കുറച്ച് പേര് പറയുന്നത് MIUI12 അപ്ഡേഷൻ വന്നതിന് ശേഷം ക്യാമറയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ക്യാമറയിലാണ്, നമ്മൾ പോക്കോ X12 തന്നെ എടുക്കുന്നത്. നമ്മൾ ഇതിന്റെ ക്ലാരിറ്റി ഒന്ന് നോക്കി നോക്കുക. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകുന്നു കുറെ നേരം വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത്. നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന പോക്കോ X12 ആണ്. ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിന് മുന്നേ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ക്യാമറ റെക്കോർഡിംഗ് കൂടി ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റിംഗ് കാണിച്ചിട്ട് സ്റ്റാർട്ടിംഗ് ടൈമിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ആ ഒരു Q&A തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ക്യാമറയുടെ അത്ര ഓവർ ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നല്ല ഓവർ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഓവർ ഹീറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, നമ്മുടെ PUBG കളിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് MIUI12 അപ്ഡേഷൻ വന്നല്ലോ, ഇനി PUBGയിൽ HDR മോഡ് നമുക്ക് ഇനേബിൾ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ PUBG കളിക്കുന്ന സമയത്ത് അതിൽ HDR മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിങ് സൂൺ എന്ന് വെച്ചിട്ടാണല്ലോ കാണിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് HDR മോഡ് അവൈലബിൾ ആവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ കിട്ടുന്ന സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയാൽ മതി. അല്ലാതെ നമ്മളൊരു ഹെവി സെറ്റിംഗ്സിൽ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ചാർജ് എന്നുണ്ടെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നു, നമ്മളുടെ ഇപ്പോൾ ഡ്രെയിൻ ആവുന്നതിനേക്കാളും ഒരു 2-3% കൂടുതലായിട്ട് ഡ്രെയിൻ ആവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, കുറെ പേർക്ക് സ്ലോ മോഷൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ആ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ MX പ്ലെയറിൽ കാണുന്ന സമയത്ത് നമുക്ക് സാധാരണ ഓർഡിനറി വീഡിയോ മാതിരി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് കുറെ പേര് ഇതിനെ മെസ്സേജ് അയക്കുന്നത്, എന്താണ് ചേട്ടാ പ്രശ്നം എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, 960 FPS എടുക്കുന്ന സ്ലോ മോഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്ലോ മോഷൻ വീഡിയോ തന്നെയായിട്ടാണ് അപ്ലോഡ് ആവുന്നത്. അതിന് കുറവായിട്ടുള്ള 240 FPS 120 FPS എടുക്കുന്ന വീഡിയോസിനാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ എടുത്ത വീഡിയോ 240 FPS എടുത്ത വീഡിയോന്റെ ഒരു സെന്ററിലായിട്ടൊരു റൗണ്ട് ചിഹ്നം കാണാൻ സാധിക്കുന്നു വീഡിയോ എടുത്തതിന് ശേഷം. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലൈൻസ് കാണാൻ സാധിക്കും, 2 എൻഡ്സിലാണ്. അവിടെയാണ് നമ്മുടെ സ്ലോ മോഷൻ പ്രോസസ് നടന്നിട്ടുള്ളത്. അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലോ മോഷൻ ഇഫക്റ്റ് കിട്ടും. ബട്ട് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് ഇത്രയും കൂടി കൂടും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കാം. ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെങ്കിൽ, MIUI12 വന്നത് വെറുതെ ആയി പോയി ചേട്ടാ, MIUI11 ആയിരുന്നു ഇതിനും ബെറ്റർ എന്ന് വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഷവോമിയുടെ ഫോൺസ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, MIUI10 നിന്ന് 11ലേക്ക് കടന്ന സമയത്ത് ഇതുമാതിരി തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരത് കഴിഞ്ഞിട്ട് ഒരേ അപ്ഡേറ്റ് ത്രൂ ആണ്. ഇപ്പോൾ അപ്ഡേറ്റ് 11 വന്ന് നിൽക്കുകയാണ്.
തുടങ്ങിയത് ഇതുമാതിരി തന്നെ 11.0.11 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 11.0.11 ശേഷമാണ് നമുക്ക് 12ന്റെ അപ്ഡേറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ത്രൂ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നുള്ളൂ. നമുക്ക് ക്വിക്ക് റിപ്ലൈയുടെ ഓപ്ഷൻ കിട്ടുന്നില്ല. നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് റിപ്ലൈ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ കുറെ അപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, കുറെ ഫീച്ചേഴ്സ് ഒക്കെ MIUI11 നിന്ന് വന്ന് MIUI12ലേക്ക് വന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ ഈ നോട്ടിഫിക്കേഷൻ സ്റ്റോക്കുകളിലെ ഡാറ്റ യൂസേജിന്റെ ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെറ്റ് യൂസ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു ഈ സാധനം. ഇപ്പൊ നമുക്കത് നോക്കാനായിട്ട് സെക്യൂരിറ്റി ആപ്പിൽ പോയിട്ട് ഡാറ്റ യൂസേജ് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ റെക്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ത്രൂ തന്നെയാണ് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറെ പേര് ചോദിക്കുന്നത് MIUI11ലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MIUI11ലേക്ക് തിരിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ MIUI12ന്റെ 0.1 അപ്ഡേറ്റ് തന്നെ ഉണ്ടായാൽ മാത്രമാണ് അടുത്ത അപ്ഡേറ്റ് വരുന്നുണ്ടല്ലോ അപ്ഡേറ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇനിയും വല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റിൻ്റെ താഴെ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. എനിക്കെല്ലാം അറിയുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് ചിലത് എനിക്ക് ഉത്തരം അറിയാത്ത കേസുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തികഞ്ഞിട്ട് ഒരു പോക്കോസ്റ്റുവിൻ്റെ ടീമായിട്ട് നമുക്കൊരു ബന്ധവും കാര്യങ്ങളില്ല. നമ്മളൊരു ചാനൽ തുടങ്ങി നിങ്ങളുമായിട്ടൊരു ഇന്റർഫിയർ, അപ്പോൾ നമ്മൾ എല്ലാവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കുന്നു. എനിക്കറിയാവുന്ന സൊല്യൂഷൻ ഞാൻ കൊടുക്കുന്നു. കുറേ പേർക്കൊരു 80-90% ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നത് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്ന ആൾക്കാരൊന്ന് കമന്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ തന്നെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയത് വേണ്ടത്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.